ഗ്രന്ഥം കയ്യിൽ കിട്ടി വരച്ചു നോക്കിയ സമയത്ത് ഇതാഴിച്ച സംസ്കൃതം പഠിച്ചില്ലല്ലോ, ഭഗവാന് വായിക്കാനും പറ്റണില്ലല്ലോ. അങ്ങനെയൊക്കെ പേടിയുള്ള ആൾക്കാർ എന്ത് ചെയ്താൽ മതി? എല്ലാ പേടിയും ഇല്ലാതാവാൻ, സകല ഭയവും ഇല്ലാതായിട്ട് തീരാൻ നരസിംഹമൂർത്തിയുടെ പാദങ്ങളിലേക്ക് വീണങ്ങിടുക, നമസ്കരിച്ച് ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. നരസിംഹമൂർത്തിയെ ഉപാസിച്ചുകൊണ്ടാണോ നമ്മൾ ഭാഗവതം പാരായണം ചെയ്യാനായിട്ട് പുറപ്പെടുന്നത്, പ്രഭാഷണം ചെയ്യാനായിട്ട് പുറപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഭയം ഉണ്ടാവില്ല. അത്ര എല്ലാ കാര്യവും കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് സൂതന് ഉഗ്രശ്രവസ് എന്നുള്ള പേര് തന്നെ കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം നരസിംഹോപാസകനാണ്. നരസിംഹോപാസകനായതുകൊണ്ടും ഉഗ്രശ്രവസ് എന്നുള്ള പേര് കിട്ടി. അങ്ങനെ രണ്ട് സൂതന്മാരെ നമുക്ക് ഈ ഭാഗവതത്തിൽ കാണാനായിട്ട് സാധിക്കും. സൂതമാസീനം അഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദകുശല ശൗനകോ ബ്രവീത്. ആരാ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്നത്? ശൗനകാദി 18,000 മഹർഷീശ്വരന്മാരാണ് ഭാഗവത കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ അവരുടെ പ്രത്യേകത? കഥാമൃതരസാസ്വാദകുശല. ഈ സൂതപൗരാണികൻ പറയുന്നതായിരിക്കുന്ന ഭഗവാന്റെ കഥകളെയൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നതായ ആൾക്കാരാണ്. അമൃതിനെ നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കുന്ന, ആസ്വദിക്കുന്നതായ ആൾക്കാരുണ്ടാവും. അത്രേ ആസ്വാദകുശലന്മാരാണ്. അത് അങ്ങനെയുള്ള ആ ശൗനകാദി മഹർഷീശ്വരന്മാർ അവരുടെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് ഭാഗവത കഥകൾ പറയണത്. സൂതൻ ഭാഗവതം പറയാനായിട്ട് എത്തിച്ചേർന്നു. അങ്ങനെയുള്ള സൂതനോട് ചോദിച്ചു, അങ്ങ് നല്ല അറിവുള്ളതായിരിക്കുന്ന ആളല്ലേ, ഒരു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ ഇരുട്ടുണ്ടാവില്ല, പ്രകാശമാണ് ഉണ്ടാവുക. 1 കോടി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാലോ പിന്നെ അവിടെ ഇരുട്ടുണ്ടാവോ? എന്തായാലും ഇരുട്ടുണ്ടാവില്ല. അത്ര അറിവുള്ള ആളല്ലേ സൂതപൗരാണിക അങ്ങ്. അതുകൊണ്ട് ഭക്തിജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ. ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. എന്താണ്? ഭക്തിജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ. ഭക്തിയും ജ്ഞാനവും വൈരാഗ്യമൊക്കെ ഞങ്ങൾക്കിതാ വർദ്ധിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്നാലോ മായാമോഹനിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം. ഭഗവാന്റെ ഈ മായാമോഹത്തിൽ അങ്ങനെ പെട്ടുകിടക്കുന്നതായിരിക്കുന്ന ആളുകൾക്ക് ഭഗവത് ആനന്ദം എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നില്ല. ഇഹ ഘോരേ കലോ പ്രായോ ജീവശ്ച അസുരതാം ഗതാം. ഇവിടെ ആസുരികമായിരിക്കുന്ന മനോഭാവമുള്ള ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടിതാ വരുന്നു. മാത്രമല്ല ക്ലേശാക്രാന്തസ്യതസ്യൈവ ശോധനേ കിം പരായണം. ക്ലേശാക്രാന്തന്മാരാണ് ഇത്ര ആൾക്കാരൊക്കെ അല്ലേ. രാവിലെ ആയിക്കഴിഞ്ഞു വെച്ചാൽ ആക്രാന്തം, എന്തൊരാക്രാന്തം അറിയില്ല. ആക്രാന്തം മൂത്ത് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. എവിടേക്കൊക്കെ ആൾക്കാർ ഓടുന്നത് എന്നാണ് വിചാരിച്ചത് അല്ലേ. തൃശ്ശൂർ ടൗണിൽ പോയിട്ട് ഏറ്റവും വലിയ ഫ്ലാറ്റിൻ്റെ മുകളിൽ കയറിയിരിക്കുക. എന്നിട്ട് താഴത്തേക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം രാവിലെ ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, വാഹനത്തിൽ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു അല്ലേ. എങ്ങോട്ട് ഓടിയിട്ടെന്താ കാര്യം? എവിടേക്ക് ഓടിയിട്ടും കാര്യമില്ല. ഒറ്റ സ്ഥലത്തേക്ക് ഓടിയിട്ടേ കാര്യമുള്ളൂ, അവിടേക്ക് ആരും ഓടണില്ല. ഭഗവാന്റെ അടുത്തേക്കാണ് ഓടുന്നത്. എന്നാൽ പിന്നെ ഒരു പ്രയാസം ഉണ്ടാവില്ല. ക്ലേശാക്രാന്തസ്യതസ്യൈവ ശോധനേ കിം പരായണം. ഇങ്ങനെ ലോകം മുഴുവനും ഓടി നടക്കുന്നതായ സാധാരണ ജനങ്ങൾക്ക് എവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാലാണ് മനസ്സിനതാ കുറച്ചു തന്നെങ്കിലും സന്തോഷത ഉണ്ടാവുക. തസ്യൈവ ശോധനേ കിം പരായണം ശ്രേയസാം യദ്ഭവേത് ശ്രേയ പാവനാനാം ച പാവനം. ശ്രേയസ്സുകളിൽ വെച്ച് ഏറ്റവും ശ്രേയസ് എന്താണ്? ശുദ്ധമായതിൽ വെച്ച് ഏറ്റവും ശുദ്ധമായത് എന്താണ്? കൃഷ്ണപ്രാപ്തികരം ശശ്വൽ സാധനം തദ്വദാധുനാ. അധുന ഇപ്പോൾ ഞങ്ങൾക്ക് എന്താ വേണ്ടത്? കൃഷ്ണപ്രാപ്തികരം, സാക്ഷാൽ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ളതായിരിക്കുന്ന മാർഗങ്ങളെപ്പറ്റി അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തരണേ. അനവധി കാലം തപസ് ചെയ്ത് പല ആളുകൾക്കും ചിന്താമണി എന്ന് പേരായിട്ട് ഒരു രത്നത്തിനെയൊക്കെ കൈക്കലാക്കാൻ സാധിച്ചു എന്ന് വരാം. ആ രത്നം കിട്ടി. ആ രത്നം കിട്ടണമെന്ന് വെച്ചാൽ തന്നെ എത്രയെത്ര യുഗങ്ങൾ തപസ് ചെയ്താലാ കിട്ടുക എന്നുള്ളത് അറിയില്ല. ഇത് കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? ലോകസുഖം. ഈ ലോകത്തിലുള്ള സകലവിധ സുഖസൗകര്യങ്ങളെയും അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. സുരദ്രുസ്വർഗസമ്പദം. വേറെ ചില ആൾക്കാരോ നല്ല ശരീരം കിട്ടിക്കഴിഞ്ഞാൽ
അവർ പലതരത്തിലുള്ള ഹോമങ്ങൾ, പൂജകൾ, കർമ്മങ്ങൾ ഇതൊക്കെ അതാ ചെയ്ത് എന്തിനാ ഈ കർമ്മം ചെയ്യണത്, എന്തിനാ പൂജ ചെയ്യണത്? ലോകസുഖം, ലോകത്തിലുള്ള എല്ലാവിധ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് പിന്നെ ഇവിടുന്ന് വിസയും പാസ്പോർട്ടും എടുത്ത് ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ട്. അതെവിടെയാണ്? ഈ ഇന്ദ്രൻ താമസിക്കുന്ന സ്ഥലമില്ലേ, ദേവലോകം. ദേവലോകത്തൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ദേവലോകത്തെത്തിക്കഴിഞ്ഞാലോ സുരദ്രുസ്വർഗസമ്പദം, അവിടെയുള്ള വലിയ ഒരു വൃക്ഷമുണ്ട് അത്ര, പാരിജാത വൃക്ഷം. പാരിജാത വൃക്ഷത്തിൻ്റെ ചോട്ടിലങ്ങോട്ട് പോയി ഇരിക്കേ വേണ്ടു. എന്നാണോ മനസ്സിൽ വിചാരിക്കുന്നത് അതിനെ മുഴുവനും തരുന്നതായിരിക്കുന്ന ആ പാരിജാത വൃക്ഷത്തിനെയും കാണാനായിട്ട് ഇതാ സാധിക്കുന്നു. പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. എന്നാൽ ഒരു ശിഷ്യൻ്റെ മുന്നിൽ ഒരു ഗുരുനാഥൻ സന്തോഷിച്ചു കഴിഞ്ഞാലോ വൈകുണ്ഠം യോഗി ദുർലഭം, യോഗീശ്വരന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന വൈകുണ്ഠ ലോകത്തിനെയാണ് ആ ഗുരുനാഥൻ അവർക്ക് പ്രദാനം ചെയ്യുന്നത്. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുണ്ഠതല്ലാത്തതായിരിക്കുന്ന സമയത്തിനാണ് വൈകുണ്ഠം എന്ന് പറയുക. ഒരു ദുഃഖവും ബാധിക്കാത്തതായ, എപ്പോഴും സന്തോഷം മാത്രം, അല്ലേ? എപ്പോഴും ഇങ്ങനെ ചിരിച്ച് ഇരിക്കുന്നതായ അവസ്ഥയാണ് വെച്ചാൽ ആലോചിച്ച് നോക്കൂ, അല്ലേ? നമ്മളെ മുഖത്ത് വരാത്തൊരു വികാരം ഉണ്ട് വെച്ചാൽ അതേ ഉള്ളൂ. ജീവിതത്തിൽ ചിരിക്കുക എന്ന് പറഞ്ഞത് സന്തോഷം മാത്രം നമ്മളെ ജീവിതത്തിൽ ഇതാ വലിയ, എന്തായാലും അതെ സന്തോഷമില്ല. അപ്പോൾ ആ വൈകുണ്ഠം യോഗി ദുർലഭം, യോഗീശ്വരന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന വൈകുണ്ഠ ലോകം അത് വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? എന്ത് ചെയ്താൽ മതി? പ്രയച്ഛതി ഗുരുപ്രീതോ, തൻ്റെ മുന്നിൽ എത്തിച്ചേർന്നതായിരിക്കുന്ന ഗുരുനാഥൻ സന്തോഷിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ഗുരുനാഥനല്ലേ ഞങ്ങൾക്കിതാ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേണം? ആ കൃഷ്ണപ്രാപ്തികരം ശശ്വൽ, ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങളെ അങ്ങതാ പറഞ്ഞു തരൂ. പ്രീതി ശൗനകം ചിത്തേദേഹ്യതോ വച്മി വിചാര്യ സർവസിദ്ധാന്ത നിഷ്പന്നം സംസാരഭയനാശനം. ഈ സംസാരഭയം അതിനെ ഇല്ലാതെ ആക്കണം എന്ന് പറയും. സംസാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനം, പുനരഭിമരണം, ജനിക്കുക മരിക്കുക, LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ് കോളേജ്, എഞ്ചിനീയർ ആവണേ, ഡോക്ടർ ആവണേ, കുട്ടി ജനിക്കുമ്പം തന്നെ ഇംഗ്ലീഷ് പറയണേ, ഭഗവാനെ ഇംഗ്ലീഷ് പറയണേ. എന്ത് ഈ ജന്മത്തിൽ മാത്രമല്ല, ഇനി അടുത്ത ജന്മം വെച്ചാലും അത് തന്നെ, അതിൻ്റെ അടുത്ത ജന്മം വെച്ചാലും ഇത് തന്നെ. ഇങ്ങനെ സംസാരഭയനാശനം, ഈ സംസാരം കൊണ്ടുള്ള ഭയം, അല്ലേ, അതില്ലാതായിട്ട് തീരണം. അതുകൊണ്ട് എന്താ വേണ്ടത് എന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തരണേ. സർവസിദ്ധാന്ത നിഷ്പന്നം സംസാരഭയനാശനം ഭക്തിയോഗവർദ്ധനം യച്ഛ കൃഷ്ണസന്തോഷഹേതുകം തദഹം തേഭിധാസ്യാമി സാവധാനതയാ ശൃണു. കൃഷ്ണസന്തോഷഹേതുകം, ഭഗവാൻ സന്തോഷിക്കാൻ എന്തൊക്കെ കാരണങ്ങളാണ് വേണ്ടത്, എന്തൊക്കെയാണ് ഞങ്ങളിതാ ചെയ്യേണ്ടത്, അല്ലേ? ഭഗവാന് സന്തോഷമാവാൻ വേണ്ടി ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിതാ ചെയ്യണം, അത് ഞങ്ങളോടിതാ പറഞ്ഞു തരണേ. കാലവ്യാള മുഖഗ്രാസത്രാസനിർനാശഹേതവേ, മരണസർപ്പം ഞങ്ങളെ കടിച്ചിട്ട് ഇപ്പോൾ എത്ര കാലമായി ചോദിച്ചു കഴിഞ്ഞാൽ പറയാതിരിക്കുക ഭേദം, അല്ലേ? ജനിച്ച അന്ന് കടിച്ചതാ അത്രേ, അല്ലേ? ജനിച്ച അന്ന് നമ്മളെ കാലിൻ്റെ മുള ഒരാളുകൂടിയും കടിച്ചോട്ടോ. എന്താണ്? അതാണ് മരണസർപ്പം എന്ന് പറയും. ആ മരണസർപ്പം നമ്മളങ്ങനെ കടിച്ച് ഈ മരണസർപ്പത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മൾ എത്രത്തോളം ഇപ്പം മരണസർപ്പത്തിൻ്റെ ഉള്ളിലെത്തിയെന്ന്, അല്ലേ? ഒരു 5 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കാലിൻ്റെ ആ പടമൊക്കെ മരണസർപ്പത്തിൻ്റെ ഉള്ളിലായി ഉണ്ടാവും. ഒരു 10 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ടുഭാഗമൊക്കെ. ഇപ്പോൾ ഈ മരണസർപ്പത്തിൻ്റെ എത്രത്തോളം ഉള്ളിലായി നമ്മൾ എന്ന് അറിയണമെന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? എത്ര വയസ്സായി നോക്കിയാൽ മതി. ഷഷ്ടിപൂർത്തിയൊക്കെ കഴിഞ്ഞിട്ട് വെച്ചാൽ മരണസർപ്പം ഇങ്ങനെ വിഴുങ്ങി ഇനിയിപ്പോൾ കഴുത്തൊക്കെ ചിലപ്പോൾ ബാക്കിയുണ്ടോ ഇല്ലയോ എന്ന് ആർക്കാ അറിയാം, അല്ലേ? വയസ്സിങ്ങനെ കൂടുതൽ. ഇവിടുന്ന് പോകണം, എന്തും ആൾക്കാർ ഇരുന്നാൽ പോരാ. പല ആൾക്കാരും ഇനി ഇവിടെ തന്നെ ഇരിക്കണേ, ഇവിടെ തന്നെ ഇരിക്കണേന്ന് വിചാരിച്ചിട്ടെന്താ കാര്യം? നടക്കില്ല അത്, അല്ലേ? പോകണം എന്ന് ഒരാൾക്കും ആഗ്രഹമില്ല. അങ്ങനെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു അത്രേ. അങ്ങനെ ആ മുത്തശ്ശി എല്ലാ ദിവസവും ഇങ്ങനെ അമ്പലത്തേക്ക് അങ്ങോട്ട് വന്ന് അമ്പലത്തിൻ്റെ ഗോപുരം അങ്ങോട്ട് കടന്ന അപ്പം തുടങ്ങും അത്ര, എന്നെ ഇവിടുന്ന് കൊണ്ടോണേ ഭഗവാനേക്കിനി ഇവിടെ ജീവിക്കണം എന്നില്ല, എന്നെ ഇവിടുന്ന് കൊണ്ടോണേ, എന്താ എന്നെ ഇവിടുന്ന് വിളിക്കാത്തത് പറയാനായിട്ട് തുടങ്ങും. അമ്പലത്തിൽ പൂജ വയ്ക്കുന്ന ശാന്തിക്കാരൻ ഈ സ്ത്രീ വന്നു കഴിഞ്ഞാൽ സ്വൈര്യന്ന് പറഞ്ഞതില്ല. ഇത് ഈ ചെറുപ്പക്കാരനയക്കുന്ന ശാന്തിക്കാരനാണ്. അയാൾ വിചാരിച്ചു ഒരു ദിവസം ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണമല്ലോ, ഞാൻ കാണിച്ചു തരാം പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അവിടെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള വിഗ്രഹം. ആ വിഗ്രഹത്തിൻ്റെ പിന്നിൽ ഒരു വെള്ളിയാഴ്ച ദിവസം ഒളിഞ്ഞിരുന്നു അത്രയും.
മുത്തശ്ശി അമ്പലത്തേക്ക് കയറിയ സമയത്ത് മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി, അമ്മയുടെ ആഗ്രഹം സാധിപ്പിക്കാനും വേണ്ടി അടുത്ത വെള്ളിയാഴ്ച കൃത്യം 12:30 മണിക്ക് അമ്മയുടെ അടുത്തേക്ക് ഞാനിതാ വരുന്നതാണ് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ മുത്തശ്ശി അമ്പലത്തേക്ക് തന്നെ വന്നില്ല. കഴിഞ്ഞു കഥ. അത് ഇവിടുന്ന് പോകണമെന്നുള്ളത് ലോകത്തൊരാൾക്കും ആഗ്രഹമില്ല. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? കാലവ്യാള മുഖഗ്രാസത്രാസ നിർനാശഹേതവേ. ഈ കാലസർപ്പം നമ്മളങ്ങനെ വലിച്ച് അല്ലേ ഉള്ളിലേക്ക് ഇതാ കൊണ്ടുപോവാണ്. എപ്പോഴാ ഇത് മരണസർപ്പം അടയ്ക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാനായിട്ട് ഇതാ സാധിക്കില്ല. എന്നിട്ടിപ്പം നമ്മളെന്താ ചെയ്യണത്? ഒരു സർപ്പത്തിൻ്റെ നാവിൻ്റെ മുകളിൽ ഇരിക്കണം നമ്മൾ, അടുത്ത സർപ്പത്തിൻ്റെ നാവിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആൾക്കാരോട് പറയാം, നീ പേടിക്കണ്ട കേട്ടോ, എൻ്റെ കാര്യം ഞാൻ നേരെയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണിതാ നമ്മൾ. അതുകൊണ്ട് ഏതസ്മാദപരം കിഞ്ചിൽ മനഃശുദ്ധ്യൈന വിദ്യതേ. എന്തായാലും മരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം എന്തേ നിവൃത്തിയുള്ളൂ? മരിക്കുന്നത് വരെ സന്തോഷം ഉണ്ടായിരിക്കണം അല്ലേ? മരിക്കുന്നുള്ള എന്തിനാ തിരുമേനി ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനല്ലേ? അപ്പോൾ മരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ മരിക്കുന്നത് വരെ എന്തായിരിക്കണം? സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാനായിട്ട് ഇതാ സാധിക്കണം അല്ലേ? എത്രത്തോളം ജീവിച്ചു എന്നുള്ളതിനല്ല പ്രാധാന്യം, എത്രത്തോളം സന്തോഷത്തോടു കൂടിയിട്ട് ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതിനാണ് ഇതാ പ്രാധാന്യം. മനസ്സന്തോഷകാരകം, മനസ്സിന് സന്തോഷം ഉണ്ടാവുന്ന കാര്യത്തിന് അങ്ങതാ പറഞ്ഞു തരൂ. മനഃശുദ്ധ്യൈന വിദ്യതേ. മനസ്സ് ശുദ്ധമായിട്ട് തീരാൻ അകപ്പാടെ ഒരേയൊരു മാർഗ്ഗേ ഉള്ളൂ. എന്താണ്? ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലോ കീരേണ ഭാഷിതം. കലികാലത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കീരനാൽ നിർമ്മിച്ചതായിരിക്കുന്ന, കീരൻ എന്ന് പറഞ്ഞാൽ ആരാ അല്ലേ? കീരൻ എന്ന് പറഞ്ഞാൽ തത്ത എന്നർത്ഥം. അപ്പം തത്തയുടെ ചുണ്ടുള്ള ഒരാളുണ്ട്. അതാരാണ്? അതാണ് ശ്രീ ശിവബ്രഹ്മർഷി. ശ്രീ ശിവബ്രഹ്മർഷിയുടെ നാവിലൂടെ ഒഴുകി വന്നതായിരിക്കുന്ന ഭാഗവതത്തിൻ്റെ മുന്നിലേക്ക് ഇതാ എത്തിച്ചേരല്ലാതെ മനഃശുദ്ധ്യൈ ന വിദ്യതേ. മനസ്സ് ശുദ്ധമായിട്ട് തീരാൻ മറ്റൊരു മാർഗമില്ല. അപ്പോൾ മനസ്സ് ശുദ്ധമായിട്ട് തീരണോ, സന്തോഷത്തോടു കൂടിയിട്ട് ഈ ലോകത്ത് ഇതാ ജീവിക്കാൻ സാധിക്കണോ, എന്ത് വേണം? ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. ഭാഗവത ശാസ്ത്രത്തിനെ നന്നായിട്ട് ഇതാ പഠിക്കണം. നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാലോ കേട്ടാൽ പോരാ. പല ആൾക്കാരും പറയും കേട്ട് കളയാട്ടോ പറയും അല്ലേ? പല ആൾക്കാരും കേൾക്കാനൊക്കെ വന്നിരിക്കും. ഇവിടെ വന്നിരുന്ന് ചില ആൾക്കാർ ഇവിടുന്ന് അങ്ങോട്ട് എഴുന്നേൽക്കണ സമയത്ത് അമ്പലത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുക. വല്ല പൊടിയറ്റം പിന്നിൽ വെച്ചാൽ അതുകൂടിയും പോയിക്കോട്ടെ വിചാരിച്ച് പിൻഭാഗം ഒന്ന് തട്ടും ചില ആൾക്കാർ. അതിന് പിൻഭാഗം തട്ടുന്നതോട് കൂടി കേട്ടതോടി ഇവിടെ വെച്ചിട്ടേ പോവും പല ആൾക്കാരും അല്ലേ? അതുപോലെ എന്ത് വേണം? കേൾക്കേണ്ടത് പോലെ കേൾക്കണം എന്ന് പറയും. അതാണ് ഭാഗവതം കേൾക്കുന്ന 3 തരത്തിലുള്ള ആൾക്കാരുണ്ട് പറയും. ആരൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഒട്ടകങ്ങൾ പറയും. എന്താ ഒട്ടകത്തിൻ്റെ പ്രത്യേകത അല്ലേ? ഒട്ടകം എത്രയെത്ര നല്ല സ്വാദുള്ള ചെടികളുണ്ട് വെച്ചാലും അതൊന്നും കഴിക്കില്ല. പിന്നെ എന്തേ കഴിക്കുള്ളൂ? മുൾച്ചെടി മാത്രമേ കഴിക്കൂ. മുള്ളുള്ള ചെടി കഴിച്ച് തൻ്റെ നാവിൽ നിന്നും വരുന്ന ആ രക്തം അതങ്ങനെ കഴിക്കുമ്പോൾ അതിനൊരു സന്തോഷം അത്രേ. അപ്പോൾ ഭാഗവതം കേൾക്കാൻ വരുന്ന ചില ആൾക്കാർ അവരെങ്ങനെയാ ചോദിച്ചാൽ ഇതിൽ എന്തൊക്കെയാണ് അപകടമുള്ളത് അത് മാത്രമേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയും. പല ആൾക്കാരും ഭാഗവതം പറയണത് കേട്ട് ഇയാളെന്താ ഇങ്ങനെ പറയണത് അല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഒട്ടകങ്ങളെ പോലെ ആവാൻ പാടില്ല പറയും. പിന്നെയോ തത്തകളെ പോലെ ആവാൻ പാടില്ല പറയും. എന്താ തത്തയുടെ പ്രത്യേകത? ടേപ്പ് റെക്കോർഡും തത്തയും ഒരേപോലെയാ പറയും അല്ലേ? തത്തമ്മേ പൂച്ച എന്ന് നമ്മൾ പറഞ്ഞാൽ തത്ത എന്ത് പറയും? തത്തമ്മേ പൂച്ച എന്ന് പറയും. ഇവിടെ ഇരുന്ന് എന്താണോ പറയണത് അത് അതേപോലെ കേട്ടുകൊണ്ട് അതിനെ പറ്റിയിട്ട് ചിന്തിക്കൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാരും ആവാനായിട്ട് പാടില്ല. പിന്നെ ഭാഗവതം കേൾക്കുന്നവരെ എങ്ങനെയായിട്ട് മാറണം? അവർ ഹംസങ്ങളെപ്പോലെ ആവണം എന്ന് പറയും. ഹംസത്തിൻ്റെ പ്രത്യേകത എന്താണ്? പാലും വെള്ളം കൂടി ഒരുമിച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പാലിനെ മാത്രം സ്വീകരിക്കും. അതാണ് ഹംസത്തിൻ്റെ പ്രത്യേകത. ഭാഗവതം കേൾക്കാനായിട്ട് വരുന്ന ആൾക്കാർ എന്ത് വേണം? ഇവിടെ സപ്താഹയജ്ഞത്തിൽ എന്താണോ പറയണത് അല്ലേ അതിന് മാത്രം പ്രാധാന്യത കൊടുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന തത്വത്തിലേക്ക് മാത്രം മനസ്സ് വെച്ചുകൊണ്ട് വിചാരണപരം എന്ന് പറയും. കേട്ടതിനെ വീട്ടിലെത്തിച്ചേരുന്ന സമയത്ത് എന്ത് വേണം? നന്നായിട്ട് വിചാരം ചെയ്യണം. വിചാരണപരന്മാരായിട്ട് മാറണം. അപ്പോഴേ നമുക്ക് ജീവിതത്തിൽ ആനന്ദത ഉണ്ടാവുള്ളൂ. ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾ ഈ 3 കാര്യവും അതിനെ സ്ഥിരമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം. ഭക്തിക്ക് അമ്മയുടെ സ്ഥാനമാണ് എന്ന് പറയും.
ആ ഭക്തിദേവിയുടെ കഥയാണ് ആദ്യം തന്നെ എന്താ വർണ്ണിക്കുന്നത്. ഭക്തിദേവി നദിയുടെ തീരത്ത് വൃന്ദാവനത്തിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഇതാ നാരദ മഹർഷി കയറി വരുന്നത്. ചോദിച്ചു, നീ എന്താ ഇങ്ങനെ കരയണത്? കണ്ടല്ലേ എൻ്റെ കുട്ടികൾ